സർവീസിലിരിക്കപ്പോൾ തന്നെ ഇദ്ദേഹം പണത്തിൽ ധാരാളം പിശുക്ക് കാണിക്കുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള എല്ലാ ചിലവുകളും വളരെയധികം പരിമിതിക്കുള്ളിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റ് ആഹാര സാധനങ്ങൾ എല്ലാത്തിനും റേഷൻ പോലെ തന്നെ ഒരു നിയന്ത്രണമുണ്ടാക്കി വളരെ ഒരു പിശുക്കനായിട്ട് മാത്രം ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഈ പ്രതി. അതിൽ തീർച്ചയായും ഈ അമ്മയ്ക്കും മകനും അതിൽ ധാരാളം എതിർപ്പുണ്ടായിരുന്നു. അത് നാട്ടുകാർക്കും എല്ലായിടത്തും നമ്മൾ ചോദിക്കുമ്പോൾ നാട്ടുകാരുടെ അഭിപ്രായ പ്രകാരവും ഈ പിശുക്ക് അവരുടെ കുടുംബ ബന്ധത്തെ ധാരാളം ബാധിച്ചിരുന്നു. മൂത്ത മകൻ തോമസ് അന്നും അപ്പനുമായി വഴക്കുണ്ടാക്കി. ദേഷ്യം വന്നാൽ തോമസ് അങ്ങനെയാണ്, അപ്പനെ അടിച്ചേ അടങ്ങും. അന്നും കൊടുത്തു 2 എണ്ണം. അടിയും കൊണ്ട് പോൾ തിരിഞ്ഞു നടന്നു, മറുത്തൊരക്ഷരം പോലും പറയാതെ. മകന്റെ പ്രവൃത്തിയെ ഭാര്യ മേരി കൂടി ന്യായീകരിച്ചതോടെ ആ വൃദ്ധൻ തളർന്നുപോയി. സ്വന്തം മകനായാലും മകളായാലും ഇങ്ങനെ തല്ലുക, അങ്ങനെയൊക്കെ ഉണ്ടായി പറഞ്ഞിട്ടുണ്ട്. ഭാര്യ തല്ലുന്ന കണ്ട് മക്കൾ വളർന്നു കഴിഞ്ഞാൽ മക്കൾ അത് ചെയ്യുന്ന നേരത്ത് ഇത്ര ഒരു വലിയൊരു പൊസിഷനിലിരുന്നൊരു മനുഷ്യനല്ലേ, കേന്ദ്ര ഗവൺമെൻറ് ജോലി ഉദ്യോഗസ്ഥനല്ലേ, കുടുംബനാഥൻ കൂടെ, അത് തന്നെ അതിനൊരു കുടുംബനാഥൻ തന്നെയാണ്. അതുമല്ല, അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒത്തിരി പേരെ ഭരിച്ചിട്ടുണ്ടായിരിക്കാം പുള്ളിയുടെ സർവീസിൽ. ഒത്തിരി പേരുടെ മേലുദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് സ്വന്തം വീട്ടിൽ ഭാര്യയും മകനോ മക്കളൊക്കെ തല്ലുക എന്ന് പറഞ്ഞാൽ പുള്ളി അത് ശരിക്കും പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പുള്ളി ചത്ത് ജീവിക്കുന്നതിന് തുല്യമാണ്. വയസ്സായതോടെ ഭാര്യയ്ക്കും താനൊരു അധികപ്പറ്റായി. ഭാര്യ ഒരു വിധത്തിലും തന്നെ അനുസരിക്കുന്നില്ല. ഇപ്പോൾ അവൾക്ക് ആഹാരം തരാൻ പോലും മടിയാണ്. പലതവണ ഭാര്യയുമായി പിണങ്ങി പട്ടിണി കിടന്നിട്ടുണ്ട്. മേരി ഭർത്താവിനെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായി കിടപ്പ് പോലും 2 മുറിയിലാക്കിയത്. ഒരു മുറിയിൽ താൻ ഒറ്റയ്ക്ക്, മറ്റേ മുറിയിൽ ഭാര്യയും മകനും. പോളിന്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങി. ഒരു മുറിയിലാണ് കിടന്നിരുന്നത്. അപ്പൊ അത് വാസത്തിൽ ഇതൊന്നുമല്ല, ഇവര് രണ്ടുപേരും സിക്കാണ്, ബൈപ്പാസും ഒക്കെ ചെയ്തിരുന്ന ആളാ. ഒരു എ സി കൊടുക്കും. ഇവൻ ഡൈവേഴ്സിയാണ്. കൊണ്ട് വൈഫ് ഇട്ടേച്ച് 1 മാസം കഴിയുമ്പോ പോയേക്കണം. അപ്പൊ ഒരു എ സി ഉള്ളൂ. അപ്പൊ ചൂട് കാലോടെ ഒരുമിച്ച് ഒരു മുറി കിടന്നു എന്നുള്ളത് വിട്ടിട്ട് അത് മറ്റുള്ള വിധത്തിലുള്ള യാതൊരു കാര്യത്തിനും സത്യത്തിൽ ഒരു കഴമ്പില്ല. ഒരു കഴമ്പ്. പോളിന്റെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. ഇനി ഒരേ ഒരു പരീക്ഷണം. ഇതിൽ പരാജയപ്പെട്ട പിന്നെ മറിച്ചൊരു ആലോചനയില്ല. ഭാര്യയോടും മകനോടും അവസാനമായി അയാൾ ഒന്നുകൂടി ആവശ്യപ്പെട്ടു. അനുസരിക്കില്ല എന്ന് അറിഞ്ഞിട്ടുകൂടി. അതെ, ഈ വീട്ടിൽ കറണ്ട് ചാർജ് ഒരുപാട് കൂടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ഇനി മുതൽ എ സി ഉപയോഗിക്കരുത്. ഇതെന്റെ അവസാന താക്കീതാണ്. പോള് ഉറങ്ങാനായി പോയി. പക്ഷെ അന്ന് രാത്രിയും അമ്മയും മകനും എ സി ഉപയോഗിച്ചു. ആ വൃദ്ധന്റെ വാക്കുകൾക്ക് ഒരു വിലയും നൽകാതെ. പിന്നെ പോളിന്റെ ഊഴമായിരുന്നു. അവസാനമായി ഉറങ്ങിക്കിടന്ന ഭാര്യയെയും മകനെയും അയാളൊന്ന് നോക്കി. പിന്നെ അയാൾ അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു. അന്നേ ദിവസം രാത്രി 1 മണിക്ക് പ്രതി എണീറ്റ് വന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവിടെ അവർ എ സി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ അനുസരിക്കാതെ എ സി ഇട്ട അവർ ഇനി ജീവിക്കണ്ട എന്ന് അദ്ദേഹം 1 മണിക്കൂറോളം ഈ പ്രതി തിരിച്ച് ബെഡ്റൂമിൽ വന്ന് ആലോചിച്ചിരുന്നു. നല്ല പ്രായം മുഴുവൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒടുവിൽ ജീവിതാവസാനത്തിൽ ഒറ്റപ്പെടുമ്പോഴാണ് പലരിലും ഇത്തരത്തിലുള്ള പൈശാചിക ചിന്ത കടന്നു വരുന്നത്. ഈ വൃദ്ധൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അയാൾ ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ടു. കാണാം തുടർന്നുള്ള കാഴ്ചകൾ. മേരിയും തോമസും നല്ല ഉറക്കത്തിലായിരുന്നു. എ സിയുടെ കുളിർമയിൽ അവർ സ്വയം മറന്നുറങ്ങി. പോൾ അല്പനേരം അവരെ തന്നെ നോക്കി നിന്നു. ഇനി ഇവർക്ക് ജീവിക്കാൻ അവകാശമില്ല.
തന്നെ ധിക്കരിച്ച് ഇവർ ഇനി ജീവിക്കണ്ട. അയാളുടെ കയ്യിലെ ആയുധം ഉയർന്നു പൊങ്ങി. വായുവിൽ അത് പലവട്ടം ഉയർന്നതാണ്. ഈ പ്രതി തൻ്റെ പിശുക്ക്, അത് പണം ചെലവാക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിരുന്നത് അനുസരിക്കാതെ വന്ന ആ ഏതാണ്ട് 75 വയസ്സായ ഒരു മാതാവിനെയും 50 വയസ്സുള്ള തൻ്റെ മകനെയും വളരെ നിഷ്ഠൂരമായി കമ്പിപ്പാരയ്ക്ക് മൃഗീയമായി തലയ്ക്ക് അടിച്ച് കൊന്ന കേസാണ്. മകനെ ആദ്യം തലക്കടിച്ചു വീഴ്ത്തി. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന ഭാര്യയെയും അയാൾ തലക്കടിച്ചു കൊന്നു. ഇരുവരുടെയും മരണം ഉറപ്പാക്കിയതിനു ശേഷം വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ആർക്കൊക്കെയോ ഫോൺ ചെയ്തു. താൻ മേരിയെയും തോമസിനെയും കൊന്നു, ഇനി ഞാൻ മരിക്കാൻ പോകുന്നു. വൃദ്ധന്റെ കൈകളിൽ നിന്നും ഫോൺ താഴെ വീണു. അതിനുശേഷം അവിടെ കിടന്നുറങ്ങിയ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് തൻ്റെ മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടാകണമെന്നോ അല്ലെ അന്വേഷണം തെളിയിക്കാനോ മറ്റോ ആയിരിക്കണം, അദ്ദേഹം ഒരു ബന്ധുവിനെ വിളിച്ച് പറഞ്ഞു ഞാനിനി ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. വൃദ്ധന്റെ ദീനരോദനങ്ങൾ പോലീസ് നിർനിമേഷരായി കേട്ടത്. ഒരു പിതാവിന്റെ ഹൃദയ നൊമ്പരങ്ങൾ കേട്ട് അവരുടെ മനസ്സ് പിടഞ്ഞു. പക്ഷെ അവരെ കൊല്ലാതെ വിടാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ആ വൃദ്ധന് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി, അത്രമാത്രം. അയാൾ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ തന്നെ മരണപ്പെട്ട മകനെയും ഭാര്യയും പ്രതി കാണാൻ വരുന്നത് പള്ളിയിൽ വെച്ചിട്ടാണ്. ആ പള്ളിയിൽ വെച്ചിട്ട് അതുവരെ ഒരു പശ്ചാത്താപവും ഇല്ലായിരുന്നു ഈ പ്രതിക്ക് താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലും താൻ മനഃപൂർവ്വം ചെയ്താണ്, എനിക്ക് അതിലൊരു പശ്ചാത്താപവുമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ആ പള്ളിയിൽ ആ മൃതശരീരങ്ങൾ കണ്ട സമയത്ത് പ്രതി വിങ്ങിപ്പൊട്ടിയിരുന്നു. അതിനുശേഷം പിന്നീട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ പിശുക്ക് കാരണമാണ് എനിക്ക് എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ വയ്യാതെ ഞാൻ ഇത്രയും ക്രൂരമായൊരു കൃത്യം ചെയ്തത് എന്ന് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുണ്ടായി. പോളിന്റെ വീട് അനാഥമായി കിടക്കുന്നു. ഒരു കുടുംബനാഥൻ ഒരിക്കൽ അടക്കി ഭരിച്ചിരുന്ന ഒരു വീടാണിത്. സകല പ്രതാപത്തോടും ആ വീടിനെ നാട്ടുകാർ നോക്കിക്കണ്ടിരുന്ന കാലം. പക്ഷെ ആ വീട്ടിൽ കത്തിക്കൊണ്ടിരുന്ന മർമ്മരങ്ങൾ നാട്ടുകാർ അടുത്തറിഞ്ഞത് ഇപ്പോൾ മാത്രമാണ്. പോളച്ചന്റെ നല്ല ഓർമ്മകളുമായി കറുകുറ്റി ഗ്രാമവാസികൾ പല വഴിക്ക് പിരിഞ്ഞു. കറുകുറ്റി ഗ്രാമത്തിലെ ഓരോ നിവാസികൾക്കും ആ വൃദ്ധനെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. കൊലപാതകത്തെ അവർ ന്യായീകരിക്കുന്നില്ലെങ്കിലും അയാളുടെ ജീവിതത്തെ അവർ എല്ലാവരും ന്യായീകരിച്ചു. ജീവിതത്തിൽ ഒരാൾ ഒറ്റപ്പെടുമ്പോഴുള്ള മാനസിക അവസ്ഥയാണ് ഈ കൊടും പാതകത്തിൽ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത്. അതുകൊണ്ട് നാം നമ്മുടെ വയോധികരായ മാതാപിതാക്കളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകുക. മറ്റൊരു ദുരന്ത സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ്. മറ്റൊരു നാട്ടിൽ മറ്റൊരു ദുരന്തങ്ങളുടെ പിന്നാമ്പറങ്ങളിലൂടെ.